ഹലോ, ഇന്ന് നമുക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു കറ്റാർ വാഴ ജെൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനടുത്ത് മീഡിയം സൈസിലുള്ള കറ്റാർ വാഴ അരിവ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1 hour ഇതുപോലെ ചാരി വെക്കാം കേട്ടോ. ഒരു യെല്ലോ കളറിലുള്ള ലിക്വിഡ് ഉണ്ടാവും ഇതിനകത്ത്. ഇത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വെക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത പീസിൻ്റെ ഔട്ട് സൈഡ് കട്ട് ചെയ്ത് ഉള്ളിലുള്ള പോർഷൻസ് കട്ട് ചെയ്ത് ഐസ് വാട്ടറിലോട്ട് ഇടാം. അതിനുശേഷം ഈ കറ്റാർ വാഴയിലെ വഴുവഴുപ്പ് പോകുന്ന വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഈ കഴുകിയ കറ്റാർ വാഴ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാം. അരച്ചതിന് ശേഷം ഒരു തോർത്ത് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ 4 മീഡിയം സൈസിലുള്ള കറ്റാർ വാഴ അരച്ചെടുത്ത് ഇത്രയും ലിക്വിഡാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഇനി നമുക്കിതിനകത്തായിട്ട് ആഡ് ചെയ്യാനുള്ള സ്റ്റാർച്ച് ഉണ്ടാക്കാം. അതിനായിട്ട് ലാർജ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് അരിയാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ആ അരച്ചെടുത്ത് ലിക്വിഡ് നമുക്കൊരു തോർത്തിൽ അരച്ചെടുക്കാം കേട്ടോ. അരിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്കൊരു 5 മണിക്കൂർ മാറ്റി വയ്ക്കാം കേട്ടോ. ഈ 5 മണിക്കൂർ മാറ്റി വെച്ച വെള്ളം നമുക്ക് ഇതുപോലെ കളയാം. എന്നിട്ട് പുതിയ വെള്ളം ഇതിനകത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്തായിട്ട് കുറച്ച് പുതിയ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 2 മണിക്കൂർ വെക്കാം കേട്ടോ. 2 മണിക്കൂറിന് ശേഷം സ്റ്റാർച്ച് നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. പൊട്ടറ്റോയിലെ അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ അലോവേരയുടെ ലിക്വിഡ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. കൂടെ കുറച്ച് സ്റ്റാർച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇടയ്ക്ക് കുറച്ചുകൂടെ സ്റ്റാർച്ച് ആഡ് ചെയ്ത് കൊടുത്ത് വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ അലോവേര ജെല്ല് ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. റെഡിയായി അലോവേര ജെല്ലിലേക്ക് ഞാൻ ഒരു ഇവിയോൻ്റെ ടാബ്ലറ്റ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു ചെറിയ ജാറിലോട്ട് മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ 1 hour ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ അലോവേര ജെല്ല് വരുന്നത്. ഈ ജെല്ല് ഹെയറിനും സ്കിന്നിനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ.